നമസ്കാരം, ലിനൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതും 10 മിനിറ്റിലാണ് ഇത് തയ്യാറാക്കുന്നത്. സവാളയൊന്നും വഴറ്റി ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഈ റെസിപ്പി ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ട ടൈമിലൊക്കെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്, അത് മിസ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. ഈ ഈസി ചിക്കൻ റെസിപ്പി തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള അരിയുമ്പോൾ കണ്ണ് നീറാതിരിക്കാനായിട്ട് സവാളയുടെ തൊലി കളഞ്ഞതിന് ശേഷം 10 മിനിറ്റ് ഫ്രീസറിലോ അല്ലെങ്കിൽ അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ സവാള അരിയുമ്പോൾ കണ്ണ് നീറാതിരിക്കും. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ സവാള 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് വെക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളകാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരമസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ലെസ് ഓയിലിലും നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. കുക്കറിന് 3 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ നമുക്കിത് വേവിച്ചിട്ട് വരാം. 3 വിസിലൊക്കെ വന്നു, പ്രഷറൊക്കെ പോയി. അപ്പോൾ അടപ്പ് മാറ്റി നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, പക്ഷേ അത്യാവശ്യം ചാറോട് കൂടിയിട്ടാണ് ഈ ചിക്കൻ കറി ഉള്ളത്. അപ്പോൾ ഇനി 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചാറൊന്ന് തിക്കാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. നമുക്ക് ഈ സമയത്ത് കാഷ്നട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി നമുക്കിവിടെ റെഡിയാക്കി കിട്ടും. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, അപ്പം ഏതിൻ്റെ കൂടെയാണെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നമ്മുടെ ചിക്കൻ കറി വളരെ ഈസി ആയിട്ടും ലെസ് ഓയിലിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.